ജയ ശ്രീകൃഷ്ണ. നമ്മളെല്ലാവരും ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പൊ നമ്മൾ എന്താണ് എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്? ഭഗവാനെ, എനിക്ക് സുഖം തരണേ, എനിക്ക് സന്തോഷം തരണേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും തരല്ലേ, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇതൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ള കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനകൾ. പക്ഷേ നമ്മൾ ഇങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത്? അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ഒരു സമയം എത്തിക്കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പൂർവ്വജന്മ കർമ്മഫലവും കൂടെ ഉൾപ്പെട്ടതാണ്. മാത്രമല്ല ഈ ജന്മത്തിന്റെ കർമ്മഫലവും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സുഖം മാത്രം ഉണ്ടാവുക അല്ലെങ്കിൽ ദുഃഖം മാത്രം ഉണ്ടാവുക? അപ്പൊ നമ്മുടെ ഈ ജീവിതം സുഖ ദുഃഖ മിശ്രിതമാണ്. സുഖവും ദുഃഖവും കൂടെ കലർന്ന ഒരു മിശ്രിതമാണെന്നാണ് പറയാം. അപ്പൊ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഭഗവാനെ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ദുഃഖം വരുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു മോശം പരിതസ്ഥിതി വരുന്ന സമയത്ത് എനിക്കതിനെ ധൈര്യത്തോടു കൂടി നിന്ന് എനിക്കതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി തരണമേ. മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം വരുന്ന സമയത്ത്, എനിക്കൊരു നല്ല സമയം വരുന്ന സമയത്ത് നിന്നിലുള്ള അചഞ്ചലമായ ഭക്തി അന്നും എന്നിൽ നിലനിൽക്കണമേ ഭഗവാനെ എന്നും. മാത്രമല്ല അതിനോടൊപ്പം ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയും, മാത്രമല്ല ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടെ നമ്മൾ അതിനോട് ഉൾപ്പെടുത്തണം. അപ്പോൾ ഇനി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. മാത്രമല്ല എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കൂ. ഭഗവാനിൽ അചഞ്ചലമായി അടിയുറച്ച് വിശ്വസിക്കൂ. അപ്പൊ ജയ ശ്രീകൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.